എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ 1500 കിലോ പൂക്കൾ കൊണ്ട് 60 അടി വ്യാസത്തിലൊരുക്കിയ അത്തപ്പൂക്കളം ശ്രദ്ധേയമായി. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് പൂക്കളം ഒരുക്കിയത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ തൃശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഭീമാകാരമായ അത്തപ്പൂക്കളം ശ്രദ്ധേയമായി. തുടർച്ചയായ 18ാം വർഷമാണ് അവർ ഈ പൂക്കളം ഒരുക്കുന്നത്. 60 അടി വ്യാസത്തിൽ 1500 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ വർണ്ണവിസ്മയം തീർത്തത്. ഏകദേശം 150ഓളം പേർ 6 മണിക്കൂറോളം കഠിനാധ്വാനം ചെയ്താണ് ഈ പൂക്കളം പൂർത്തിയാക്കിയത്. കോവിഡും പ്രളയവും കാരണം 2 തവണ പൂക്കളം ഒരുക്കാൻ സാധിക്കാതെ പോയതൊഴിച്ചാൽ എല്ലാ വർഷവും മുടങ്ങാതെ സൗഹൃദ കൂട്ടായ്മ ഈ ഉദ്യമം ഏറ്റെടുക്കുന്നുണ്ട്. പണപ്പിരിവില്ലാതെ അംഗങ്ങൾ സ്വന്തം നിലയിൽ പണം മുടക്കിയാണ് ഇതിനാവശ്യമായ പൂക്കൾ വാങ്ങുന്നത്. ഈ അത്തപ്പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കാനും നിരവധി ആളുകളാണ് ദിനംപ്രതി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ പൂക്കളം തൃശ്ശൂരിന് മാത്രം സ്വന്തമായുള്ളതാണ്. തൃശ്ശൂരിൻ്റെ തനത് പൂക്കളമാണ്. മറ്റൊരു ജില്ലകളിലും കാണാൻ കഴിയാത്ത ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കുന്നത് പോലെ അമ്പലമുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കുവാൻ സാധിക്കുക, അതും സാംസ്കാരിക നഗരത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് സംഘടകരായ ഞങ്ങൾക്കുള്ളത്. ഈ പൂക്കളം തൃശ്ശൂരിൻ്റെ സ്വന്തമാണ്. തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ്. ഇത് തൃശ്ശൂരിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ പൂക്കളം 18 വർഷം പൂർത്തിയാവുകയാണ്. 18ാമത്തെ അത്തപ്പൂക്കളമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നീണ്ട 17 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ 18ാമത്തെ പൂക്കളം ഒരുങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മുമ്പിലുള്ളത് ഈ പൂക്കളം മാത്രമായി ചുരുക്കുന്നില്ല. ഇതൊരു ഘോഷയാത്രയായി ഈ കൊല്ലം ഞങ്ങൾ പരിണമിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കുമ്മാട്ടികളടങ്ങുന്ന സംഘം തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസ് ചുറ്റി വന്ന് വീണ്ടും മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു. ഒപ്പം തന്നെ വൈകിട്ട് തൃശ്ശൂരിൻ്റെ മുൻ മേയറും അഭിഭാഷക കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന തിരുവാതിരക്കളിയും ഈ വർഷത്തെ അത്താഘോഷത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക് CCV.